ഇത്തിരി ഉണ്ടായില്ലടാ. അല്ല കേരളത്തിന് നമ്മുടെ കാസ്റ്റ് ക്രൂ ഒന്ന് ക്യാമറ. അതാ ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് നിങ്ങൾക്ക് ടീമിന് എന്താണ് പറയാനുള്ളത്? സിനിമ കാണണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം പ്രേക്ഷകരോടൊപ്പം പടം കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പടം? വി ലവ്ഡ് ഇറ്റ്. കുറച്ചൊരു ശബ്ദത്തിൽ എല്ലാവരോടും റൈഫിൾ ക്ലബ്ബ് എന്ന് പറയാമോ? റൈഫിൾ ക്ലബ്ബ് എന്ന് പറയാം എല്ലാവരോടും. പിന്നെ ഇത് ആഷിക്കയുടെ ഒരു കംബാക്ക് ആണെന്ന് എല്ലാരും പറയുന്നു സിനിമ കണ്ടിട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. പൊന്നമ്മ ചേച്ചിയുടെ ഷോട്ട് അടിപൊളിയായിരുന്നു. ഇത് നെക്സ്റ്റ് പാർട്ട് പ്രതീക്ഷിക്കാമോ? ഇനി സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാമോ? റൊമാൻസ് അത് വെച്ചിട്ടാണ് ഇനി ഞങ്ങൾ കെനിയിലേക്ക് പോകുന്നത്. നമുക്ക് ബൈറ്റ്സ് ഒന്ന് പുറത്തേക്ക് നോക്കാം. ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ലോകത്തിലേക്ക് തകർത്തു. അമൗണ്ട് കൂടെ കിട്ടുന്ന രീതിയിൽ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഹോളിവുഡ് പടങ്ങൾ അല്ലേ? നമ്മുടെ പടത്തിന് മറ്റേ പാട്ട് അതെ നമുക്കറിയാം. ഷാജഹാൻ അടുത്ത ഓണത്തിന് രക്തരൗക്ഷിതവും അക്രമനിബിഡവുമായിട്ടുള്ള സംഘടനം ത്യാഗരാജൻ. ചേച്ചി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോടൊപ്പം കണ്ടു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടോ സിനിമ? ഓക്കെ, ദർശനയായിട്ടുള്ള കോമ്പോ ഒക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഭയങ്കര ഫാമിലി പോലെയാണ് അവിടെ ജീവിച്ചത്. ഓൺ ദ 40 days അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഫാമിലി പടം കാണുന്ന പോലെ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് എല്ലാവരും 40 ദിവസം നിന്ന് ചെയ്ത ഒരു പടമായതുകൊണ്ട് തന്നെ വീട്ടിൽ നടക്കണ പോലെ തന്നെ തോന്നുന്നുള്ളൂ എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, നമുക്ക് ഭയങ്കര പ്രോമിസിങ് ആയിട്ട് നമുക്ക് ഭയങ്കര അടുത്തറിയാവുന്ന ആൾക്കാരുമാണ് എല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് സ്ക്രിപ്റ്റ് കേട്ടിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, പടത്തിൻ്റെ കൂടെ എങ്ങനെ നിന്ന് സഞ്ചരിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയാണ് ഈ പടത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളത്. അല്ലാതെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഓക്കെ നോ എന്ന് പറയലല്ല. ബിഗിനിങ് എൻ്റെ എന്താ പറയുക ഡേയ്സിൻ്റെ ഒരു പാട്ടായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ഗംഭീര ഒരു കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോടൊപ്പം കണ്ടിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവമായിരുന്നു. എങ്കിൽ ആഷിക്കയോടൊപ്പം ഇതിന് ആദ്യമായിട്ടൊന്ന് അഭിനയിക്കുന്ന ആദ്യത്തെ പടം അഭിനയിച്ച ആഷിക്കയുടെ കൂടെയാണ്. ഓക്കെ, അപ്പൊ വീണ്ടും ഒന്നിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു?
സന്തോഷം. ഇനി പടം കാണാനുള്ള പ്രേക്ഷകരോട് ഇത് കണ്ടു നോക്കുക, പടം നല്ല പടമാണ്, രസമുണ്ട്, കണ്ടിരിക്കാം. താങ്ക് യു.